പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. 14 വയസ്സുള്ള കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിലെ അധികൃതരുടെ പീഡനം മൂലം വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ആരോപണം. 9 പഠിക്കുന്ന കുട്ടിക്ക് 1.5 മാർക്ക് കുറവ് വന്നു. അതിനെ സ്കൂൾ അധികൃതർ ആ കുട്ടിയെ വഴക്കു പറഞ്ഞു, തന്നെ 8ാം ക്ലാസ്സിലേക്ക് റിവേർട്ട് ചെയ്ത് അയക്കും എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ആ സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സ്കൂളിലെ വേറൊരു ഡിവിഷനിലേക്ക് ഈ കുട്ടിയെ മാറ്റുമെന്നും പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് 4 മണിക്ക് വീട്ടിലെത്തിയത്. മാതാപിതാക്കൾ പറഞ്ഞു, 1.5 മാർക്ക് കുറഞ്ഞതിനാണ് എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ താഴത്തെ ക്ലാസ്സിലേക്ക് മാറ്റും, എന്നെ 9ൽ തന്നെ വേറൊരു ഡിവിഷനിലേക്ക് മാറ്റും, എനിക്കെൻ്റെ കൂട്ടുകാരികളെല്ലാം നഷ്ടപ്പെടും. വലിയ ദുഃഖത്തോടെ കൊച്ച് വീട്ടിലിരുന്ന് കരഞ്ഞു. ആ കൊച്ചിൻ്റെ ഇളയത് ആര്യനന്ദയ്ക്ക് അടുത്ത് കുറച്ച് നേരം ഇരുന്നു. ഇളയ കുട്ടിയൊക്കെ കണ്ടു നന്നായിട്ട്. അതിന് ശേഷം കൊച്ച് 2ാം നിലയിൽ പോയി. 2ാം നിലയിൽ ആണ് കുട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതിനെ വീട്ടുകാർ ആശ്വസിപ്പിച്ചു എന്ന് തോന്നുന്നു. എങ്കിലും കുട്ടിക്ക് മാനസികമായ സംഘർഷം കൂടി. തൻ്റെ ക്ലാസ്സിലെ തൻ്റെ കൂട്ടുകാരികളെ നഷ്ടപ്പെടുന്നു. നാണക്കേടും മാനക്കേടുമാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴത്തെ 8ലേക്ക് റിവേർട്ട് ചെയ്യും, വീണ്ടും 8ാം ക്ലാസ്സിൽ പോയി ഇരിക്കും. ഇതൊക്കെ കുട്ടികൾക്ക് സഹിക്കാൻ കഴിയില്ല, ഈ രീതിയിലുള്ള പറച്ചിൽ. അതൊക്കെ പോയി അവിടുത്തെ അധ്യാപകരൊക്കെ നിഷേധിക്കുകയാണ്. എങ്കിലും ശ്രീകൃഷ്ണപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തു. അവിടുത്തെ പ്രിൻസിപ്പള് OP ജോയ്സിക്കെതിരായിട്ടും അതുപോലെ അവിടുത്തെ ആ കുട്ടികളുടെ പ്രോഗ്രാം ഷെഡ്യൂൾ നോക്കുന്ന അധ്യാപികയും അവർ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ശ്രീകൃഷ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തച്ചനാട്ടുകര ചെങ്ങണക്കാട്ടിലെ പ്രശാന്ത് ജിന ദമ്പതികളുടെ മകളാണ് ആശിർ നന്ദ എന്ന 14കാരി. 9ലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വീട്ടിൽ വന്ന ശേഷമാണ് കുട്ടി ആ 2ാം നിലയിൽ കയറി കുട്ടിയുടെ മുറിയിൽ കയറി തൂങ്ങി മരിച്ചത്. ഇളയ കുട്ടി ആര്യനന്ദൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു. ആ കൊച്ചിനെ കുറേ നേരം നോക്കി. കാരണം തൻ്റെ ഇളയ കൊച്ചാണ്, അതിനെ വാത്സല്യത്തോടെ എപ്പോഴും കാണുന്ന മൂത്ത ചേച്ചിയാണ്. താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇളയ കൊച്ചിയുടെ കുറേ നേരം ഇരുന്ന് അത് കളിച്ചത്. വളരെയധികം മാനസിക വിക്ഷോഭം നമുക്കെല്ലാവർക്കും തോന്നും. ആ കുഞ്ഞു കൊച്ച് 14 വയസ്സേ ആയുള്ളൂ. അധ്യാപകർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചില്ലെന്നേ ഉള്ളൂ. കുട്ടികളെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് അതിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് കയറ്റി വിടുക. അതിനെ സ്പെഷ്യൽ ക്ലാസ്സുകൾ, എക്സ്ട്രാ ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇപ്പോൾ. കാരണം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് നടത്തുന്നുണ്ട്. അത് തോക്കുമെന്ന് തോന്നിയാൽ തന്നെയും തോറ്റതിന് ശേഷവും മാർക്ക് കുറഞ്ഞ ഫൈനൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ ശേഷം വീണ്ടും ആ കുട്ടികളെ ആ അധ്യാപകരും സ്കൂൾ അധികൃതരും, കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ് ഇപ്പം കാണുന്നത്, അവർക്ക് പ്രത്യേക ട്യൂഷൻ വെച്ചിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി അതിനെ ആ 9ൽ നിന്ന് 10ലേക്ക് കയറ്റി വിടും. കാരണം 10ാം ക്ലാസ്സിൽ ഇപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് 10ാം ക്ലാസ് പാസ്സാകാൻ കഴിയുള്ളൂ. 8ഉം 9ഉം അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് സ്കൂൾ അധികൃതർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. 9ൽ ചെന്നൊരു കുട്ടിയെ 10ലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാൻ സാധ്യത കുറവുള്ള ആൾക്കാരെ ഇങ്ങനെയൊക്കെ പല സ്കൂളുകളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പണ്ട് കിട്ടുന്ന മാർക്കിന് അവരുടെ SLC ബുക്കിൽ അത് രേഖപ്പെടുത്തി പോകുന്ന ഒരു ചടങ്ങ്, അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്ക് ടെൻഷനില്ല. അത് പഠിക്കാൻ കഴിവ് കുറഞ്ഞ കുട്ടികൾ, അവർക്ക് പ്രത്യേക ട്യൂഷനൊക്കെ ഓരോ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. ഇപ്പം അധ്യാപകർ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ കലശലായി. അവിടെ SFI MSF വിദ്യാർത്ഥികളൊക്കെ സ്കൂളിന് മുമ്പിൽ പ്രക്ഷോഭം നടത്തി. അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകണം. അത് ആ കൊച്ചിൻ്റെ മാതാപിതാക്കൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേർക്കെതിരായിട്ട് ഇപ്പം കേസ് നിലവിൽ വന്നു. എങ്കിലും
സ്കൂൾ അധികൃതർ 3 പേരെ അവിടുന്ന് പിരിച്ചുവിട്ടു. അതിൻ്റെ പ്രിൻസിപ്പൽ OP ജോയ്സി, പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാവു, അധ്യാപക AT തങ്കം, അങ്ങനെ 3 പേരെ ഇപ്പം തന്നെ നടപടി മാനേജ്മെൻ്റ് എടുത്ത് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു. എന്തായാലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അതിന് പോലീസ് കേസെടുത്തെങ്കിലും SFI MSF വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ്. സ്കൂൾ അധികൃതർക്കെതിരായിട്ട് അതിശക്തമായ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഇന്ന് അതിൻ്റെ ചൊവ്വാഴ്ച ഈ സമരത്തിൻ്റെ കാഠിന്യം കണ്ടിട്ട് സ്കൂളിന് അവർ അവധി ഒരു ദിവസം കൊടുത്തു. എന്തായാലും വളരെയധികം വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുമ്പോൾ അവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കുട്ടിയെ ഇതുപോലെയുള്ള വർത്തമാനം പറയുന്ന പക്വതയില്ലാത്ത അധ്യാപകർ അത് കുട്ടികളെ മനസ്സിനെ വ്രണപ്പെടുത്തും. അത് തന്നെയല്ല, കുട്ടികൾക്കെല്ലാം അങ്ങനെ വന്ന് അത് സഹിക്കാൻ കഴിയില്ല, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും ഇതും സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ പലരും 7ലും 8ലും പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും കാണുന്നുണ്ട്. കാരണം അതൊക്കെ ഇപ്പോൾ അവർക്ക് അറിയാം. അവർക്കൊരു വിഷമം നേരിട്ടാൽ അതിൽ നിന്ന് മുക്തി നേടാൻ സാധാരണഗതിയിൽ അതിനുള്ള വളർച്ച, മാനസിക വളർച്ച അതുങ്ങൾക്കില്ല. അപ്പം മാതാപിതാക്കളും നമ്മുടെ സ്കൂൾ അധ്യാപകരും എപ്പോഴും അവർക്ക് മാനസികമായ അസംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം മാത്രമേ പാടുള്ളൂ. കുട്ടികൾക്ക് പലർക്കും, ചില കുട്ടികൾക്ക് ഇത് സഹിക്കാം, ചില കുട്ടികൾക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ലോലഹൃദയരായ ചില കുട്ടികളുണ്ട്. അവർക്ക് ഇത് ഇങ്ങനെയൊന്നും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞാൽ തന്നെ അത് തൻ്റെ ഭാവിയെ ബാധിക്കും. തനിക്ക് അത് സഹിക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് നാണക്കേടും മാനക്കേടാണ്. അങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവൃത്തിയിലേക്കും കുട്ടികൾ പോകും. 14 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്, 9ാം ക്ലാസ് വരെ എത്തിയതാണ്. അത് തന്നെയല്ല, മാതാപിതാക്കൾ എങ്ങനെയാണ് സഹിക്കുക? 2 കുട്ടികളുണ്ട്, മൂത്ത കുട്ടി ഇതാ മരണമടഞ്ഞിരിക്കുന്നു. അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ നിന്നായാലും ശരി, മറ്റുള്ള സ്ഥലത്തു നിന്ന് എന്തെങ്കിലും ഈ രീതിയിലുള്ള മാനസിക സംഘർഷമായിട്ട് വരുമ്പം സ്കൂളിലെ ആയാലും ശരി, വെളിയിലുള്ള ആയാലും ശരി, കൂട്ടുകാരികൾ കൂടുന്ന സമയത്തായാലും ശരി, ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ മ്ലാനവതിയായിട്ട് വീട്ടിൽ കൊച്ചു വരുമ്പം ചോദിക്കണം, അമ്മ, പിതാവ് ചോദിക്കണം, സഹോദരങ്ങൾ ചോദിക്കണം, എന്ത് പറ്റി മോളെ? അതിനെ ചേർത്ത് നിർത്തണം. അതൊന്നും സാരമില്ല, നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളത് സഹിച്ചോളാം. എല്ലാവർക്കും ആ കഴിവുണ്ടാകുമെന്ന് വരില്ല. സമൂഹത്തിൽ നമുക്കറിയാം, നല്ലതായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ്സിലൊരു 10% കുട്ടികളുണ്ടാവും. അവർ ജീവിതത്തിൽ നല്ല തുറയിലൊക്കെ പോകും. അതിന് പിന്നെ അടുത്ത ഒരു 10-20% ആവറേജായിട്ട് പോകും. ഏതായാലും 10-30% അവർ ഈ പഠനം കൊണ്ടൊരു ജോലി കിട്ടുകയായിട്ടോ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റേത് ടെക്നിക്കൽ സൈഡിലൊക്കെ ചിലപ്പോൾ അവർ വലുതായിട്ട് പഠിക്കുന്നവരെക്കാട്ടിലും ബെറ്ററായിരിക്കും. അതുകൊണ്ട് കുട്ടികളാരും നിരാശപ്പെടരുത്. കാരണം പഠിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഠിക്കാത്തവർ എത്രയോ പേര് സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നു, എത്രയോ പണം ഉണ്ടാക്കുന്നു, എത്രയോ ബിസിനസ് ചെയ്യുന്നു, എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് കുട്ടികളാരും വിഷമിക്കരുത്. പഠനം എല്ലാവർക്കും ചിലപ്പം നടക്കില്ല, നമ്മൾ മനസ്സിലാക്കണം. പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. മറ്റുള്ളവർ ചിലപ്പം ബുദ്ധിയുള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും. പക്ഷേ നമുക്കത് കിട്ടില്ല. നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കാണാപ്പാടം പഠിച്ചു ഒക്കെ ആയിരിക്കാം. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ആവറേജ് ആണെങ്കിൽ ശരി, അവരൊന്നും അതിന് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നതാണ്, എല്ലാ സ്കൂളുകളിലും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അത് ആരും വിഷമിക്കാതെ ഇങ്ങനെയുള്ള സന്ദർഭം വീട്ടിൽ മാതാപിതാക്കൾ പറയുക, അല്ലെ സ്കൂളിൽ അവിടുത്തെ ഇഷ്ടമുള്ള ഒരു ടീച്ചർ ഉണ്ടാകാം, ആ ടീച്ചറിൻ്റെ അടുത്ത് പറയുക. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അതിൽ നിന്നൊരു റിലീഫ്. ഒളിച്ചു വെക്കരുത്, സ്വയം ഒരു തീരുമാനം എടുക്കരുത്. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ വളരെയധികം ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മനസ്സ് അതിനുള്ള മാനസിക കരുത്തില്ല. അവർക്ക് ഏക മാർഗം പിന്നെ ഇതേ ആശ്രയമുള്ളൂ. അതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതല്ല ജീവിതം. ജീവിതത്തിൽ വലിയ പഠിച്ച് പണിക്കരാകണമെന്നൊന്നും ഇല്ല. അല്ലാത്തവർ എത്രയോ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, വീടുകളിൽ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. നമുക്കൊരു വരുമാനം വേണം, എൻഗേജ്മെൻറ്റ് വേണം. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും IAS IPS എളുപ്പം എടുക്കാൻ പറ്റില്ലെന്ന് വരും. എല്ലാവരും ആ ലെവലിലേക്ക്
എത്താൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അത് തന്നെ സ്കൂൾ എഞ്ചിനീയർ ആകാനും മെഡിക്കൽ കോളേജിൽ ഡോക്ടറാകാനും ഒക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അതൊന്നും ജീവിതത്തിൽ ഒരു നേട്ടമായിട്ട് നമുക്ക് ആർക്കും കണക്കാക്കാൻ കഴിയില്ല. കാരണം ജീവിതം അതല്ല. നല്ല മനുഷ്യരാകുക, നല്ല അന്തരീക്ഷം കുടുംബത്തുണ്ടാകുക, ഒരു ശാന്തമായ കുടുംബജീവിതം, അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ആവശ്യം. അതിനുള്ള ഒരു വരുമാനം. മറ്റൊരാൾ ഒരു വലിയ കോസ്റ്റ്ലി കാറ് അല്ലെ 1.5 കോടി കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ ഒക്കില്ലല്ലോ. നമ്മളത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, അവരത് ജീവിച്ചോട്ടെ. നമ്മൾ എളിമയോടെ വളരെ ശാന്തമായ ഒരു ജീവിതം കെട്ടിപ്പൊക്കണം. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ചില്ല, കോളേജിൽ പഠിച്ചില്ല, എങ്ങും എത്തിയില്ല, പഠനം കൊണ്ട് എങ്ങും എത്തിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത് കുട്ടികളാരും.